മാഷിന്റെ വീട്ടിലെ അടുക്കളയില് ഈ പാത്രമൊക്കെ കഴുകി വീട്ടുകാരിയെ സഹായിക്കാറില്ലേ? സാധാരണ ഞാനും ചെയ്യാറുണ്ട്. നമുക്ക് സമയമുള്ള സമയത്ത് വായിക്കുകയോ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആണെങ്കിൽ പാത്രമൊക്കെ കഴുകിയൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ. പക്ഷേ ഈ MABയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിക്കുന്ന കാലത്ത് അദ്ദേഹവും ബെറ്റിയൊക്കെ. അപ്പൊ ഞാൻ പോകുമ്പോ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ മറന്നുപോയി, ഞാൻ ആ പ്ലേറ്റ് ബേബിയുടെ വീട്ടിലെ അടുക്കളയിൽ പോയിട്ട് കഴുകിയില്ല. ഞാൻ ഇതുവരെയും വേറെ ആളുകളുടെ വീട്ടിലെ അടുക്കളയിൽ പോയിട്ടേ പാത്രം കഴുകുന്ന. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അവര് അതിഥി എന്നുള്ള നിലയ്ക്ക് ആ സ്വീകരണ മുറിയിൽ നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കുന്നത് ശരിയല്ല. സാധാരണഗതിയിൽ നമ്മുടെ ഒരു ശൈലി തന്നെ അടുക്കളയിൽ കയറാൻ പോലും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് ഒരാളുടെ അടുപ്പം സൂചിപ്പിക്കാനൊക്കെ അപൂർവമായിട്ട് പറയുന്നതാണ്. അല്ലാതെ അടുക്കളയിൽ എല്ലാവരും കയറ്റും എന്നുള്ളത് കൊണ്ടല്ലല്ലോ. അതിഥിയായി ചെല്ലുന്ന ഒരു ദിവസമൊന്നും അത് സാധ്യമല്ല. സ്ഥിരമായി ബന്ധമുള്ള കുടുംബങ്ങളിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം, അടുക്കളയിൽ കയറാൻ റിലേഷൻ ഉണ്ട്. ഇതൊന്നും അല്ല, ഇതൊരു ഷോ ആണ്. ഈ ഇപ്പോ ബേബിയുമായി ബന്ധപ്പെട്ട ട്രോളല്ലേ സാർ പറഞ്ഞു? ബേബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇത് എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. നേരത്തെ ഈ ഇലക്ഷൻ PR വർക്കിന്റെ ഭാഗമായിട്ട് ഒരു ചായ മഗ്ഗില് ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് പ്രദർശിപ്പിച്ചിരുന്നു പിണറായി വിജയൻ. ഏതോ ഒരു PR വർക്ക് മൊത്തത്തില് ഇങ്ങനെ ചില സാധനങ്ങൾ കടത്തിവിടുന്നുണ്ട് എന്നുള്ളതാണ് ഇലക്ഷൻ ബാധകമായിട്ട്. അപ്പോ പാത്രമൊക്കെ എല്ലാവരും എല്ലാ വീട്ടിലൊക്കെ ആണുങ്ങൾ കഴുകുന്നുണ്ട്, പാചകവും ചെയ്യുന്നുണ്ട്. സമയമൊക്കെ കിട്ടുമ്പോൾ ഞാൻ പാചകം ചെയ്യാറുണ്ട്. മോഹൻലാൽ പാചകം ചെയ്യാറില്ലേ? മോഹൻലാലിന്റെ വീട്ടിൽ പാത്രം കഴുകാറില്ലേ? ഇത് സത്യത്തില് ഇതൊരു ബേബി ഷോ ആണ് സത്യത്തില്. പക്ഷേ മലയാളിയുടെ ഒരു പൊളിറ്റിക്കൽ സെൻസ്, പ്രത്യേകിച്ച് ഈ ഹ്യൂമർ, സാറിന്റെ പോസ്റ്റ് ഒക്കെ കണ്ടപ്പോ തോന്നുന്നൊരു കാര്യം അതാണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ബേബി പാത്രം കഴുകുന്നു, സതീശൻ വായിക്കുന്നു. സതീശൻ 60 പുസ്തകം വായിച്ചൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സതീശൻ പുസ്തകം വായിക്കുന്നു. ഇത് രണ്ടും ചെയ്യാത്ത ആളുകളാണ് AK ബാലനും സജി ചെറിയാനും. പണ്ട് നമ്മള് കമ്മ്യൂണിസ്റ്റ് ചരിത്രം വായിക്കുമ്പോൾ ഷഡാനോവ് എന്ന് പറഞ്ഞൊരു വലിയ സൈദ്ധാന്തികനുണ്ട് സോവിയറ്റ് യൂണിയനില്. ഷഡാനോവിനെ പിന്നെ ലെനിൻ തട്ടിക്കളഞ്ഞു. ഷഡാനോവ് ലെനിനേക്കാൾ വലിയ സൈദ്ധാന്തികനായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ്. അപ്പൊ ഷഡാനോവ് ഒരിക്കൽ ഒരു വലിയ പ്രസംഗത്തിൽ ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവര് മറ്റേ അന്ന അഹമ്മദോവയൊക്കെ വേശിയാണെന്നൊക്കെ പറഞ്ഞു ഈ ഷഡാനോവ് അന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചത് കേരളത്തിലുമൊക്കെ മാർക്സിസ്റ്റുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഏത് ചേരിയിൽ എന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഷഡാനോവിന്റെ ചോദ്യം ഓർമ്മിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഏത് ചേരിയിൽ? പാത്രം കഴുകിയ ആളുടെ കൂടെയോ പുസ്തകം വായിച്ച ആളുടെ കൂടെയോ? ഇതാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പില് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നുള്ള നിലയ്ക്ക് ഉയർത്തിക്കൊണ്ടിരുന്നത്. തീർച്ചയായും രാഷ്ട്രീയമൊക്കെ തീർന്നു പോയത്. അതെ, സാർ അതിനെ വളരെ ആഴത്തിലേക്കും ചരിത്രത്തിലേക്കും പോയിട്ട് അതിമനോഹരമായ ഒരു ഇന്റലക്ച്വൽ ഹ്യൂമറാക്കി മാറ്റി. കേരളം ഇതിനെ കൈകാര്യം ചെയ്ത് അത്രയും ആഴത്തിലല്ല ഈ ചിത്രം കേരളം കാണുന്നത്. ഈ ചിത്രം സത്യത്തിൽ വളരെ സാധാരണമായ ചിത്രം ഞാൻ പറയാം ഡീറ്റെയിൽസ്, അതെനിക്ക് നേരിട്ട് അറിയുന്ന ചിത്രം. കേരളം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതേ സമയത്ത് CPMന്റെ ഒരു പാർട്ടി കത്തിറങ്ങിയിട്ടുണ്ട്. ആ പാർട്ടി കത്തിൽ പറയുന്നത് ഹൗസ് ക്യാമ്പയിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞോണ്ട്. അത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് വലിയ വാർത്തയാണ്. ഹൗസ് ക്യാമ്പയിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വീട്ടിൽ വിനയം കാണിക്കണം, കേട്ടുകൊടുക്കണം, എന്ത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും ക്ഷമ പറ്റി ചോദിച്ചാലും നമ്മൾ മാന്യമായിട്ട് ഉത്തരം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് ഇറങ്ങിയ അതേ സമയത്താണ് വീടുകളിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എടുക്കരുത്, മാന്യമായി പെരുമാറണം, വിനയം കാണിക്കണതാ. ഇത് വന്ന സമയത്താണ് ഈ ബേബിയുടെ ഈ ചിത്രം വരുന്നത്. ബേബിയുടെ ചിത്രം ഞാൻ പറയാം. സാറ് പറയുന്ന ഈ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വീട്ടിൽ ആദ്യമായി ഒരിക്കൽ മാത്രം ജീവിതത്തിൽ അതിഥിയായി പോകുന്നയാള് കഴിച്ച പാത്രം എടുത്തുകൊണ്ട് ആ അടുക്കളയിൽ തന്നെ പോയി കഴുകി കൊടുക്കുക എന്ന് പറയുന്ന രീതി, അതൊരു ബേബി ഷോ ആണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? ഈ സമയത്ത് ഇത് കൊടുങ്ങല്ലൂരിന് അടുത്ത ഏറിയാട് എൻ്റെയും ഒരു കൂട്ടുകാരൻ്റെ വീടാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ അവൻ്റെ മോളുടെ കല്യാണത്തിന് പോയതാണ്. അവൻ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അവൻ്റെ പേര് നൗഷാദ് കറുകപ്പാടത്ത് നിന്നാണ്. അവൻ ആ ചിത്രത്തിലുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കല്യാണത്തിന് പോയി. ബേബി അന്ന് ചെന്നിട്ടുണ്ടാവില്ല. അതിനുശേഷം അവിടെ ഏതോ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്നു. ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഭക്ഷണം കഴിച്ചപ്പോൾ ബേബിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഉടനെ ഉള്ളൊരു ഹാങ് ഓവർ ഇതാണ്, ഞാൻ ഭക്ഷണം കഴിച്ച പാത്രം ഞാൻ തന്നെ കഴുകി വെക്കും.
അതും ആ വീട്ടിലെ അടുക്കളയിൽ തന്നെ പോയിട്ട് കഴുകണം എന്നൊക്കെ പറയുന്ന ബേബിയുടെ രീതിയാണ്. നിർബന്ധിച്ച് പോയിട്ടുണ്ടാവും. പോയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൗതുകത്തിന് ആ വീട്ടിൽ വന്ന ഇവന്റെ അതിഥികൾ ആരോ ഒരു പടം എടുത്ത് വെച്ചു. അത് അവരുടെ ഗ്രൂപ്പുകളിൽ, ഈ പാർട്ടി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ പോയതാണ്. അവിടുന്ന് ലീക്ക് ചെയ്ത് പുറത്തു വന്നതാണ്. പുറത്തു വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താ, ഇതിനെ പാർട്ടിയുടെ പുതിയ ഹൗസ് ക്യാമ്പയിൻ, ബേബി ഒരു ക്യാമ്പയിൻ, ഹൗസ് ക്യാമ്പയിൻ ചെന്നു, ഗൃഹസന്ദർശനത്തിന് ചെന്നു. എന്നിട്ട് പോളിറ്റ് ബ്യൂറോ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ മാതൃക കാണിച്ചു. ഒരു വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയാൽ ആ വീട്ടിലെ അടുക്കളയിൽ പോയിട്ട് ആ പാത്രം കഴുകി കൊടുക്കണം എന്ന് പറയാം. അടുക്കളയിൽ ചെന്ന് പാത്രം കഴുകി കൊടുക്കണം. പക്ഷേ ഈ RSSലെ സ്വയം സേവകരില്ലേ, കുമ്പണത്തിനൊക്കെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ ഇത് ചെയ്യുന്നവരല്ലേ? പിന്നെ അതെന്ത് വാർത്തയാണ്. ബേബിക്ക് ഇതൊക്കെ ഒരു ഷോ. ബേബി ആക്ച്വലി അറിയാലോ, ബേബിയുടെ എല്ലാം, ബേബിയുടെ വായന, ബേബിയുടെ ആസ്വാദനം, ബേബിയുടെ സംഗീതാസ്വാദനം ഒക്കെ ഒരു ഷോ ആണെന്നും, ഇത് പ്രത്യേകിച്ച് ചിത്രകല ഒക്കെ ബേബി ആസ്വദിക്കുന്നത് കണ്ടു. ശാസ്ത്രീയ സംഗീതം, കർണാടക സംഗീതം, അത്തരം അദ്ദേഹത്തിന്റെ ആസ്വാദനത്തെ കുറിച്ച് പോലും വലിയ ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാം വായനയും ഒക്കെ ഒരു ഷോ ആണെന്നും. അത് ബേബിയുടെ കല്യാണത്തിന് കാർമികനായിട്ട് യേശുദാസിനെയാണ് അദ്ദേഹം. അതാണ് ബേബി ഒരു ഷോമാനാണ് ബേബി. അപ്പൊ ആ ഷോ ആണ് ഇപ്പൊ സത്യത്തില് പാർട്ടിയുടെ. അത് കഴിഞ്ഞ് എന്റെ ഇനിയൊരു വിസ്മയം വരാൻ പോകുന്നു എന്നൊക്കെ സതീശൻ പറഞ്ഞിരുന്നില്ലേ? അപ്പോ ഈ ബേബി ഏതൊക്കെ വീട്ടിൽ പോയിട്ട് പാത്രം കഴുകിയിട്ടുണ്ടോ ആ വീട്ടുകാരൊക്കെ ഈ പാത്രം കഴുകുന്ന ചിത്രം എടുത്ത് സൂക്ഷിച്ചിട്ട് പല വീട്ടുകാരും ഇത് പ്രസിദ്ധീകരിച്ചു. എന്റെ വീട്ടിൽ വന്നപ്പോഴും ബേബി പാത്രം കഴുകി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകള് ഇപ്പൊ PK രാജശേഖരന്റെ ഭാര്യ രാധിക C നായർ ഒരു പോസ്റ്റ് ഇട്ടു, ബേബി അവരുടെ വീട്ടിൽ ചെന്നപ്പോഴും പാത്രം കഴുകിയെന്ന്. അപ്പൊ അവർക്ക് ദുഃഖം, അതിന്റെ ചിത്രം ഒന്നും എടുത്തു വെച്ചില്ലല്ലോ, ഇപ്പൊ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വലിയ ദുഃഖം. അപ്പൊ പല സ്ഥലത്ത് പോയിട്ടും ബേബി പാത്രം കഴുകിയിട്ടുണ്ട്. ഇത് ചിത്രം എടുത്തു വെക്കാത്തവർക്ക് വലിയ ദുഃഖം. ഇത് പ്രസിദ്ധീകരിച്ചാലേ മാർക്കറ്റ് ഉണ്ടായിരുന്നു, വിപണി ഉണ്ടായിരുന്നു. ഏതായാലും എനിക്ക് ആരുടെയോ കുറെ കഴിയുമ്പോ ബേബി കഴുകിയ പാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ലേലം ചെയ്ത് വെക്കുകയാണ്, മ്യൂസിയത്തിൽ വെക്കാനൊക്കെ സാധ്യത. കാരണം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി കഴുകിയ പാത്രമല്ലേ, എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് എന്നാലും എനിക്ക് തോന്നിയത് ഈ ആളുകളുടെ ഒരു സെൻസേ തക്ക സമയത്ത് CPM-ന്റെ ഈ മാർഗനിർദ്ദേശം വരുന്നു, അതേ സമയത്ത് ബേബി കൊല്ലത്ത് കാസ്ട്രോന്നും ചെഗുന്നും പേരുള്ള 2 കുട്ടികളിൽ ഒരാളെ ആ കാസ്ട്രോയുടെയും ചെഗുവിനെയും കൂട്ടി വിപ്ലവ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആള് NDAയിൽ ചേർന്നു ഇന്നലെ. അതേ സമയത്താണ് ഇതും സംഭവിക്കുന്നത് അല്ലേ. ഏതായാലും കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് പക്ഷത്തെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ ക്യൂബയിലൊക്കെ ഈ കാസ്ട്രോ ഒക്കെ ഉള്ളപ്പോ ബേബി പോയിട്ടുണ്ടല്ലോ, കാസ്ട്രോയും ഈ പാത്രം കഴുകുമായിരുന്നിരിക്കും. അത് കണ്ട് മാതൃകയാക്കിയതാവാം. എന്തായാലും ബേബിയെ ആരും എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും പാർട്ടി സഖാക്കളും മാതൃകയാക്കാറുണ്ട്. ആരെ മാതൃകയാക്കിയാലും ഈ ബേബിയെ മാതൃകയാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേബി ഒരു മാതൃകയല്ല, ബേബി ഒരു ഷോ ആണ്. ജീവിതം ഒരു ഷോ അല്ലല്ലോ സാർ. പ്രത്യേകിച്ചും മനുഷ്യന്റെ പെരുമാറ്റം, സ്നേഹം, ലിംഗനീതി അതൊന്നും ഷോ ആക്കാനുള്ളതല്ലല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സംസ്കാരമാണ്. വീട്ടിലെ അടുക്കളയിൽ ഇങ്ങനെ ആളുകൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മാഷിന് എന്ത് തോന്നും? മാഷിന്റെ വീട്ടിലെ സാധാരണ രീതിയിൽ മര്യാദകേടായിട്ടേ തോന്നുള്ളൂ. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല ആ വീട്ടുകാരെ അനുവദിക്കുകയില്ല. ഞാൻ ചിലരൊക്കെ പറയാറുണ്ട് അത് അടുക്കളയിൽ പോയിട്ടല്ല കേട്ടോ, നമ്മുടെ വാഷ് ബേസിൻ പോയിട്ട് എൻ്റെ പാത്രം കഴുകുക. അപ്പോൾ ആരും സമ്മതിക്കുക, ഒരു ഗൃഹനാഥനും സമ്മതിക്കില്ല. കാരണം ഒരു അതിഥിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല അയാളുടെ പാത്രം കഴുകുക എന്നുള്ളത് നമ്മുടെ ഒരു ഓണറായിട്ടാണല്ലോ. നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമുള്ള അതിഥിയാണ് നമ്മൾ കാണുക. അതൊക്കെ അതിനപ്പുറത്തേക്ക് പോകുന്നത് ബേബിത്തരമാണ്. ഈ സന്ദേശം ഉണ്ടല്ലോ മൊത്തം ഈ ചിത്രത്തിൻ്റെ ഒക്കെ, ഈ സന്ദേശത്തിൽ നിന്ന് സഖാക്കൾക്ക് കിട്ടുന്ന ഒരു ദൗത്യമായിട്ട് എനിക്ക് തോന്നുന്നത്, അവർ ഈ ഗൃഹസന്ദർശന പരിപാടിക്ക് പോകുമ്പോൾ ഇന്നത് ചെയ്യണം എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ ചിത്രം കണ്ടിട്ട് ഈ ഗൃഹസന്ദർശന പരിപാടിക്ക് പോകുന്ന സഖാക്കളൊക്കെ ആ ആളുടെ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് വോട്ട് മുഴുവൻ പോവില്ലേ? ഒന്ന് ബേബിയുടെ ഒരു മാതൃകയായിട്ട് പലപ്പോഴും അത് വലിയ വിമർശനങ്ങൾക്കൊക്കെ വിധേയമായിട്ടുള്ളതാണ് പാർട്ടിക്കകത്ത് സ്വകാര്യമായിട്ടൊക്കെ. ബേബി പാർട്ടിയിലെ എന്തെങ്കിലും വിവരമുള്ള പരിപാടികൾക്ക് പോയിട്ട് പലപ്പോഴും പാർട്ടി ഓഫീസിൽ അദ്ദേഹത്തിന് സമയത്തിന് കാണാതെ കിട്ടുകയും പല വീടുകളിലുമാണ് കണ്ടു കിട്ടുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ കാണാറുണ്ട്. മലപ്പുറത്തൊക്കെ അത്തരം പാത്രം കഴുകാൻ പോയതായിരിക്കാം. ഏതായാലും ആ മാതൃക CPM-കാർ പിന്തുടരാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ട്രോൾ ചെയ്യപ്പെടുകയുള്ളൂ. ബേബിക്ക് മാത്രമുള്ള ഒരു ബേബിത്തരമായി
പണ്ട് വിജയമാസ്റ്റർ അങ്ങനെ ബേബി ഒരു കഥാപാത്രമായി ശരിക്കും. മാത്രമല്ല ഒപ്പം വിജയമാഷ് പണ്ട് പറഞ്ഞ പോലെ ബേബി ഇപ്പോഴും ഒരു ബേബിയാണ് എന്ന് തന്നെ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.